മണ്ണിനടിയിൽ ഒളിഞ്ഞിരുന്ന് ഇരപിടിക്കുന്ന എട്ടുകാലികൾ, ട്രാപ്പ് ഡോർ സ്പൈഡർ എന്നാണ് ഇവയുടെ പേര്. വേട്ടക്കാരിൽ നിന്ന് ഒളിക്കുവാനും ഇരയെ കുരുക്കുവാനും സഹായിക്കുന്ന ഒരു ട്രാപ്പ് ഡോർ പോലെ പ്രവർത്തിക്കുന്ന വാതിലുള്ള ഒരു മാളത്തിലാണ് ഇവർ താമസിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിലന്തികൾക്ക് അവരുടെ ജീവിതകാലം മുഴുവനും ഒരേ മാളത്തിൽ തന്നെ ജീവിക്കാൻ കഴിയും. ട്രാപ്പ് ഡോർ ചിലന്തികൾ ചെറുതും കട്ടിയുള്ളതുമായ കാലുകളുള്ള സ്ഥായിയായ ജീവികളാണ്. അവരുടെ ശരീരം അല്പം തിളങ്ങുന്നതും വിരളമായി രോമങ്ങളാൽ മൂടപ്പെട്ടതുമാണ്. മുതിർന്നവരുടെ ശരീര നീളം ഏകദേശം 0.4 മുതൽ 1.5 ഇഞ്ച് വരെയാണ്. പല നിറത്തിൽ ഇവ കാണപ്പെടുന്നു. ഇവരുടെ 8 കണ്ണുകൾ പരസ്പരം അടുത്താണ്. മധ്യത്തിൽ ഓരോ ജോഡിയും ഓരോ വശത്തും 3 എണ്ണം വീതവും. ട്രാപ്പ് ഡോർ ചിലന്തിയുടെ താടിയെല്ലുകൾ ഉപയോഗിച്ചാണ് കുഴികൾ കുഴിക്കുന്നത്. ഇവയുടെ ഓരോ താടിയെല്ലിലും മാളങ്ങൾ കുഴിക്കുന്നതിന് ഉപയോഗിക്കുന്ന റാസ്റ്റല്ലം എന്ന് വിളിക്കപ്പെടുന്ന മുള്ളുകളുടെ ഒരു ശ്രേണി സജ്ജീകരിച്ചിരിക്കുന്നു. അതിന്റെ മാളങ്ങൾ കുഴിക്കുവാൻ ട്രാപ്പ് ഡോർ ചിലന്തി അതിന്റെ താടിയെല്ലുകൾ ഉപയോഗിച്ച് മണ്ണ് ഉയർത്തുകയും മണ്ണിനെ ഒരു പന്താക്കി മാറ്റുകയും പിന്നിലെ കാലുകൾ ഉപയോഗിച്ച് പന്ത് പുറത്തേക്ക് എറിയുകയും ചെയ്യുന്നു. മാളത്തിന്റെ ആഴം 6 ഇഞ്ച് വരെയാണ്. മാളങ്ങളുടെ രൂപകൽപ്പനയിൽ നിരവധി വ്യതിയാനങ്ങൾ നിലവിലുണ്ട്. തെക്കു കിഴക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വസിക്കുന്ന ചിലന്തികൾ ലളിതമായ കുഴലുകൾ കുഴിക്കുന്നു. കാലിഫോർണിയയിലെ മരുഭൂമികളിൽ കാണപ്പെടുന്ന ചിലന്തികൾ പ്രധാന മാളത്തിൽ നിന്ന് ഒരു വാതിലിനോടൊപ്പം അടച്ച് ഒരു വശത്ത് അറ നിർമ്മിക്കുന്നു. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ചിലന്തികൾ ശാഖകളുള്ള തുരങ്കങ്ങൾ സൃഷ്ടിക്കുന്നു. ഓരോന്നിലും ഉപരിതലത്തിലേക്ക് അതിൻ്റെതായ എക്സിറ്റ് ഉണ്ട്. ട്രാപ്പ് ഡോർ ചിലന്തി അതിന്റെ കൂട് നിർമ്മിക്കുമ്പോൾ മണ്ണും ഉമിനീരും ചേർന്ന ഒരു വാട്ടർ പ്രൂഫ് മിശ്രിതം കൊണ്ട് അതിന്റെ മാളത്തിന്റെ ഭിത്തികളിൽ ആദ്യം പൂശുന്നു. അതിനുശേഷം ചുവരുകൾ മുഴുവനായോ ഭാഗികമായോ സിൽക്ക് കൊണ്ട് വരയ്ക്കുന്നു. പിന്നീട് ഒരു വാതിലുണ്ടാക്കുന്നു. ഇവർ ഇവരുടെ മാളങ്ങൾക്കുള്ളിൽ പതിയിരിക്കും. ഇരകൾ വലയ്ക്കുള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വലയനങ്ങുന്നതനുസരിച്ച് ഇവ മാളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് ഇരയെ ആക്രമിക്കും. കൊമ്പുകൾ ഉപയോഗിച്ച് ഇരയെ പിടിച്ചെടുത്ത ശേഷം മാളത്തിലേക്ക് വലിച്ചെടുക്കും. ട്രാപ്പ് ഡോർ ചിലന്തികൾ ഒറ്റയ്ക്കാണ്. അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും അവരുടെ മാളങ്ങളിൽ ഒറ്റയ്ക്ക് കടന്നു പോകുന്നു. പുരുഷ എട്ടുകാലികൾ സാധാരണയായി ഇണചേരൽ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ മരിക്കുന്നു. സ്ത്രീകൾക്ക് 12 വർഷത്തിൽ കൂടുതൽ ജീവിക്കാനാകും. ഇതുപോലെ വിജ്ഞാനപ്രദവും അറിവ് നേടുന്നതിനുമായുള്ള വീഡിയോകൾ കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.